അടിപൊളി പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം നമ്മുടെ സൽമാൻ ഖാൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാം. കാരണം കഴിഞ്ഞൊരു പടം കിസിക്ക ബൈ കിസിക്ക ജാനക് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പായിരുന്നു. പടത്തിന് ഒരു നമുക്കൊന്ന് കണ്ടിരിക്കാൻ പോലും രസമില്ല. പക്ഷേ ഈ ഒരു പടം എന്ന് പറയുമ്പം സൽമാൻ ഖാൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയത്തിൻ്റെ സ്കിൽസ് എല്ലാം പുള്ളി ഈ പടത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഇതൊരു സൽമാൻ ഖാൻ്റെ ബിഗ്ഗസ്റ്റ് കംബാക്ക് ആണെന്ന് പറയും ഈ പടത്തിലൂടെ. ഫുൾ ഫൈറ്റ് സീൻസ് ആണ്, ഒരു ശകലം പോലും ലാഗില്ല. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. സർപ്രൈസ് ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ സർപ്രൈസ് അവർ തന്നുകൊണ്ടാണ് പടം എൻഡ് ചെയ്യുന്നതും എല്ലാം. അപ്പം എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു പടമാണ്. പിന്നെ സൽമാൻ ഖാൻ ഫുൾ ടൈം എന്തുവാ ഈ ബോഡി കാണിച്ച് നടക്കുന്ന ആളാണെന്ന് പറയുന്നതിനൊക്കെ കളിയാക്കി പുള്ളിക്കാൻ അതൊന്നും അല്ല, എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ച ഒരു പടമാണ്. പുള്ളിക്കാൻ്റെ മറ്റേ ബജ്രംഗി ഭായ്ജാൻ അതൊക്കെ പോലെ തന്നെ നല്ല രീതി പെർഫോമൻസ് ഉണ്ട്. അല്ല എപ്പോഴത്തേം പോലെ ഈ ഓവറായിട്ടൊന്നുമില്ല, നല്ല രീതി എടുത്തിട്ടുണ്ട്. പടം നല്ല എനിക്കിഷ്ടപ്പെട്ടു. കാരണം ടൈഗർ ഫസ്റ്റും ടൈഗർ സിന്ദാഹയൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. അല്ല, സ്പൈ യൂണിവേഴ്സ് മൊത്തം ഞാൻ എല്ലാം തിയേറ്ററിൽ കണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ എന്ത് പ്രതീക്ഷിച്ച് വരുന്നോ അത് ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിൽ ലോജിക്ക് ചിലർ പറയുന്നത് കേട്ട് ലോജിക്കില്ലെന്ന്. ലോജിക്ക് ഒരു പടത്തിലും ഇല്ലല്ലോ. ടൈഗറിലുണ്ടോ, ടൈഗർ സിന്ദാഹയിലുണ്ടോ, വാറിലുണ്ടോ, ഒന്നിലുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ പടവും. എനിക്കൊന്ന് സൽമാൻ ഖാൻ്റെ ഇപ്പോൾ കുറേ നാളിന് ശേഷം വന്ന ഒരു ആക്ഷൻ നല്ല രസമായിട്ടുള്ളൊരു പടമാണ്. കാരണം ഇതിനു പോകുന്നതൊക്കെ ഭയങ്കര കുറേ കൂടി കത്തി ആക്ഷനൊക്കെയാണ്. ഇതിലുണ്ട് ആക്ഷൻസ് കത്തിയുണ്ട്. പക്ഷേ ആ ടൈഗറായിട്ട് വന്ന് ചെയ്യുമ്പോഴേ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്പൈ യൂണിവേഴ്സ് അവർ ടീസ് ചെയ്തിട്ടുണ്ട്, ഇതിലുണ്ട്. നമ്മൾ വിചാരിക്കില്ലേ 2 ക്യാമിയോ, ആ 2 ക്യാമിയും പടത്തിലുണ്ട്. അത് ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം പക്ഷേ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ സ്പോയിലറാണ്. ആ ഒരു കോംബോ സീന് കാണാനൊക്കെ തന്നെ ഈ പടം കാണാം. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ പടം ഞാൻ പറയില്ല, ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ഇപ്പം കണ്ട ടൈഗർ 3 ആണ്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഹാപ്പി മൂഡിൽ കണ്ട് ഇറങ്ങാൻ പറ്റിയൊരു സാധനമാണ്. വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, സൽമാൻജി കുറേ ബോംബുകൾക്ക് ശേഷം ഒരു നല്ലൊരു പടം നമുക്ക് തന്ന പോലെയാണ് ടൈഗർ 3 എന്ന് പറയുന്നത്. ഇതിൽ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ഡയറക്ഷൻ്റെ കാര്യമുണ്ട്. ഡയറക്ഷനും ബാക്കി കാര്യങ്ങൾ സ്ക്രീൻ പ്ലേ എല്ലാം നല്ല രസകരമായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു ദീപാവലിക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മൂവി തന്നെയാണ് നമ്മളെ ടൈഗർ 3. പിന്നെ ലോജിക് ബേസ് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ലെവലൊന്നും വന്നിട്ടില്ല. ലോജിക്ക് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കണ്ടിറങ്ങാൻ പറ്റിയ ഒരു ഹാപ്പി മൂഡിൽ കണ്ടിറങ്ങാൻ പറ്റിയ ഒരു നല്ല പടം തന്നെയാണ് ടൈഗർ 3.